അമ്മൂമ്മ നമ്മളിപ്പോ വിറക് അവിടെ തൊപ്പിക്കും. എന്റെ പൊന്നു മോനെ, ആ പാറമട റോഡ് ഇഷ്ടം പോലെ കിടക്കുകയല്ലേ. ഒരു വെട്ടുകത്തിയും കൊണ്ട് പോയാൽ ഇഷ്ടം പോലെ വെട്ടിപ്പറിക്കൊണ്ട് വരാം. പിന്നെ ഒരു കോടാലിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സൂപ്പർ ആയിരുന്നേനെ. അമ്മ പടവലത്തിൽ ഒരു കോടാലി ഇരിക്കില്ല. ഇപ്പം പടവലത്ത് പോയി കോടാലി എടുത്തോണ്ട് വരാൻ പറ്റുമോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ എന്തിനാ ശരിക്കും ഇത്രയും കിടന്ന് കഷ്ടപ്പെടുന്നത്? നമുക്ക് എല്ലാവർക്കും കൂടെ പടവലത്ത് പോയാ പോരെ? ആ കറക്റ്റ്. അവിടെ ആണെങ്കിൽ ചുറ്റും വിറകും ഉണ്ട്, വിറക് അടുപ്പും ഉണ്ട്, സുഖം. അവിടെ വെച്ച് പാചകം ചെയ്താലേ ഇവിടെ വെച്ച് പാചകം ചെയ്തതിന്റെ ഒരു സുഖം കിട്ടുവോ? സുഖം ഭക്ഷണം കഴിച്ചാ പോരെ? അത് പറ്റത്തില്ല, നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഉണ്ടാക്കണം. എന്താണേലും അമ്മൂമ്മയുടെ ഓരോരോ ആഗ്രഹങ്ങളല്ലേ. വാ നമുക്ക് പോയി വിറക് ശേഖരിക്കാം. വാ നടക്ക്, ബാ വന്നില്ലേ? ആ പോ, അങ്ങോട്ട് പോ. വാ. ചുടുമായി പിച്ച വെച്ചെടുത്തു വാനീ ആകാശത്തുമ്പിയായി ചുറ്റുമൊന്നു വട്ടമിട്ടു പാറിവാനേ ദൂരെ സന്ധ്യ പൂക്കവേ മുകിൽ കുറുമ്പ് കൂട്ടമെത്തവേ ചിരിക്കുടം പൊഴിച്ചുവാ കാലം കൂട്ടിരിക്കവേ മനസ്സിലാശ പീലി നീർത്തുവാൻ കിനാക്കടൽ തുഴഞ്ഞുവാ. ഈ ഉച്ചക്ക് തന്നെ വരണായിരുന്നല്ലേ വിറക് വറുക്കാൻ? പിന്നെന്തൊരു സന്ധ്യ കഴിഞ്ഞാ വിറക് വറക്കാൻ പോന്നെ? അതേനെ വൈകുന്നേരം വന്നാ മതിയായിരുന്നു. എന്റെ കൊച്ച ഇവിടുത്തെ കാടും പടലും ഒക്കെ കണ്ടില്ലേ? ഉച്ച കഴിഞ്ഞൊക്കെ ആവുമ്പോഴേ ഇഴജന്തുക്കള് കാണും. ജന്തുക്കൾ കണ്ട ഇപ്പൊ എന്താ? ഇഴജന്തുക്കൾ കണ്ടാവൊന്നുമില്ലേ? എന്താ നിനക്കൊരു പുച്ഛം? ഒന്നുമില്ല ചെയ്യാം. അങ്ങോട്ട് ചെയ്താട്ടെ. വാചകം അടിക്കാൻ മാത്രം അറിയാം. അമ്മയ്ക്ക് എന്തോന്നും അമ്മയ്ക്ക് അങ്ങോട്ട് പറക്കിട്ടൂടാ. അങ്ങോട്ട് കണ്ടോ മോനെ, മാറി നിക്ക്, കണ്ണിലെങ്ങാനും കൊള്ളും. മാറി നിന്ന്. അത് കൈ കൊണ്ടങ്ങ് ഓടിച്ചാ പോരെ? ഓടിക്ക് കൈ കൊണ്ട് ഓടിക്ക്. കാല് പോവും. ഇതങ്ങോട്ട് പറയുന്ന കേട്ട് കഴിഞ്ഞ ഇവിടെ അങ്ങനെ പോട്ടോ. മോനെ വേണ്ട, കട ഉണങ്ങി നിൽക്കുന്ന വെട്ടിയെടുത്തേ. അതെ അതെ, ഈ ഉണങ്ങി കിടക്കുന്ന എല്ലാ മരങ്ങളും വെട്ടാൻ പറ്റില്ല, അവസാനം അകത്താവും. ഈ ലച്ചു ഭയങ്കര നെഗറ്റീവ് ആണല്ലോ. ജെൻസി വാക്കൊക്കെ ഉപയോഗിക്കണേ. നിങ്ങളുടെ കൂടെയൊക്കെയല്ലോ ഞാൻ ജീവിക്കുന്നത്. എനിക്കറിയാം എയും ഉയ്യയും ഒക്കെ. അമ്മൂമ്മ എന്തെങ്കിലും പറയാൻ നോക്കിയിരിക്കുവാണല്ലേ, അപ്പൊ തന്നെ കൈ അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ. സപ്പോർട്ട് ചെയ്യും, എന്തെങ്കിലും ചെയ്യും. പാചകം അടിക്കാതെ അങ്ങോട്ട് പറക്കി എടുത്താട്ടെ. അത് വെട്ടണ്ടല്ലോ. വേണ്ട മോനെ, ഇതങ്ങ് വെട്ട്. എന്തായാലും ഇത് ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. ഓക്കേ, മാറി നില്ലിച്ചിരി ഇങ്ങോട്ട്. അയ്യോ, ആ തടിക്ക് നോവും. പിന്നെ വന്നങ്ങ് വെട്ട്. ഞാനാ ലച്ചു വെട്ടിയാ ലച്ചു കോടാലിയുടെ പറന്നൊക്കെ പോവും. ഇതിന് ആടാ, വെട്ട് വെട്ട് വെട്ട്. ഞാൻ വെട്ടിക്കോളാം. അങ്ങോട്ട് പറയുന്നേ ഓസിൽ വെട്ടണം അല്ലേ? മാറി നിൽക്കേ. വെള്ളത്തിലേക്ക് നോക്കി നിന്നാ മതി. ഇപ്പൊ ജലദേവത പ്രത്യക്ഷപ്പെടും പാറമടയെന്ന് സ്വർണ്ണ കോടാലിയായിട്ട്.